ഓണത്തിന് റേഷൻ കാർഡ് ഉടമകൾക്ക് അധികമായി നൽകുന്ന അരിക്ക് കിലോയ്ക്ക് 26 രൂപ നിരക്കിൽ ഈടാക്കും. 10.90 രൂപയിൽ കൂടുതൽ വില റേഷൻ ഗുണഭോക്താക്കളിൽ നിന്നും ഈടാക്കിയിരുന്നില്ല. എന്നാൽ നിലവിലുള്ളതും സ്പെഷ്യൽ വിഹിതവുമായി നൽകുന്ന അരിക്ക് വില വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അധികൃതർ അറിയിച്ചു. ഓണത്തിന് റേഷൻ കാർഡ് ഉടമകൾക്ക് അധികമായി നൽകുന്ന അരിക്ക് കിലോയ്ക്ക് 26 രൂപ നിരക്കിൽ ഇനി ഈടാക്കും. 10.90 രൂപയിൽ കൂടുതൽ വില റേഷൻ ഗുണഭോക്താക്കളിൽ നിന്നും ഈടാക്കിയിരുന്നില്ല. എന്നാൽ നിലവിലുള്ളതും സ്പെഷ്യൽ വിഹിതവുമായി നൽകുന്ന അരിക്ക് വില വർദ്ധിപ്പിച്ചിട്ടില്ലെന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് അധികൃതരും അറിയിച്ചത്. OMSS അതായത് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരമാണ് അരി 26 രൂപയ്ക്ക് നൽകുന്നത്. പൊതുവിപണിയിൽ 45-50 രൂപയ്ക്ക് ലഭിക്കുന്ന അരിയാണിത്. ഈ മാസം AAY കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും, മുൻഗണനാ വിഭാഗത്തിന് ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. NPS കാർഡിന് ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം 4 രൂപ നിരക്കിലും, സ്പെഷ്യൽ വിഹിതമായി 3 കിലോ അരി 10.90 രൂപയ്ക്കും 2 കിലോ ഗോതമ്പ് 8.90 രൂപ നിരക്കിലും ലഭിക്കും. NPNS കാർഡിന് 2 കിലോ അരി 10.90 രൂപയ്ക്കും സ്പെഷ്യൽ വിഹിതമായി 2 കിലോ ഗോതമ്പും ലഭിക്കും. ഇതിനു പുറമെയുള്ള അരിക്കാണ് വില 26 രൂപ നൽകേണ്ടത്. മഞ്ഞ കാർഡിന് ഈ അരി ലഭിക്കില്ല. പിങ്ക് കാർഡിന് 3 കിലോ അരിയും മറ്റ് കാർഡുകൾക്ക് 10 കിലോ അരിയുമാണ് 26 രൂപ നിരക്കിൽ ലഭിക്കുക. 26 രൂപയ്ക്കുള്ള അരി വിതരണം 10-ന് ആരംഭിക്കും. അതേസമയം ഈ വർഷം ആദായനികുതി റിട്ടേൺ സമർപ്പിച്ചവരിൽ നിന്ന് മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിവരങ്ങൾ കണ്ടെത്തി കേന്ദ്രം കേരളത്തിന് കൈമാറിയിട്ടുണ്ട്. 3 ലക്ഷത്തിന് മേൽ വാർഷിക വരുമാനമുണ്ടെന്ന് കണ്ടെത്തിയ 86,000 പേർ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്താക്കും. ഇവർ കൈപ്പറ്റിയ ഭക്ഷ്യധാന്യങ്ങളുടെ വിപണി വില പിഴയായി ഈടാക്കും. കുടുംബത്തിൽ ആരെങ്കിലും ആദായനികുതി ഒടുക്കുന്നവരാണെങ്കിൽ മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് വ്യവസ്ഥ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.